ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ജോബിന്റെ പുസ്തകം 40-ാം അധ്യായം 19-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ധ്യാനത്തിന് ശുശ്രൂഷയ്ക്കായി പോകുമ്പോഴും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, വളരെ നിരാശയിലൂടെ കടന്നുപോയി ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന് മെഡിസിനൊക്കെ എടുത്താണ് ഞങ്ങളിങ്ങനെ മുൻപോട്ട് പോകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ഈശോയോടുള്ള വിശ്വാസം അല്ലെങ്കിൽ പ്രത്യാശയൊക്കെ നഷ്ടപ്പെടുമ്പോൾ നിരാശ കടന്നു വരികയും അതുവഴി പിശാച് തിന്മ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും തുടങ്ങും. ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് ഒരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അപ്പം മരിച്ചുപോയി. ചെറുപ്പക്കാരന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ഈ കുഞ്ഞിന് ജനനേന്ദ്രിയമില്ലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 4-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് നമുക്ക് അത് ശരിയാക്കി എടുക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ഈ കുഞ്ഞിനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ ചെയ്തു. 4 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, 2 ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലായി. നട്ടലിന് ചെറിയൊരു പരിക്ക് ആയിട്ട് ഇങ്ങനെ 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ഹോസ്പിറ്റലിൽ അമ്മ കിടക്കുന്നു. ഈ കൊച്ചിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് ഓപ്പറേഷനായിട്ട് പോകുന്നു. സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരു സമയം, ജോലിക്ക് പോലും പറ്റത്തില്ലാത്ത അവസ്ഥകളുടെ. അപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പലരും ഇങ്ങനെ സഹായിക്കുകയും ചെയ്താണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഈ അമ്മയ്ക്ക് കിഡ്നിക്ക് തകരാറായി, പിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ബ്ലഡ് വേണം, ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ എനിക്ക് ഈ ബ്ലഡ് കൊടുക്കാൻ നേരത്ത് പേടിയായതുകൊണ്ട് സൂചി കുത്തുമ്പോൾ ബ്ലഡ് വെയിൻ കിട്ടാതെ വരുന്നതുകൊണ്ട് നേഴ്സുമാർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോടും കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും പോയി. ഞങ്ങൾക്ക് 2 പേരും കൊടുക്കാൻ തയ്യാറായിട്ടാണ് പോയത്. പക്ഷേ നമ്മുടെ സുഹൃത്തിൻ്റെ ബ്ലഡ് എടുത്തു. അപ്പോൾ ഈ ബ്ലഡ് മേടിക്കുവാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സുഹൃത്തുമായിട്ടൊക്കെ സംസാരിച്ചു. ഈ സുഹൃത്തിൻ്റെ നമ്പരും മേടിച്ചിട്ടുണ്ട്. ഈ സുഹൃത്തും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് പ്രാർത്ഥിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയോട് ഈ നമ്പരൊക്കെ മേടിച്ച് ഈ ചെറുപ്പക്കാരൻ ബ്ലഡുമായിട്ട് തിരിച്ചുപോയി. അന്ന് വൈകിട്ട് ഈ ചെറുപ്പക്കാരൻ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. വെളുപ്പിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രി കൊച്ച് വീണു, കൊച്ചിന്റെ കൈ ഒടിഞ്ഞിട്ട് ഇന്നലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. രാത്രി 2 മണിയായപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത് എന്നിങ്ങനെ പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റോയി എന്നൊരു സഹോദരനാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനെന്നാ ബ്ലഡ് തന്നല്ല, ആ സഹോദരനെ കൂടെ ഒന്ന് വിളിച്ച് ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ഈ നമ്മുടെ റോയി സഹോദരനെ വിളിച്ച് ഈ ചെറുപ്പക്കാരൻ വിളിച്ചിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ റോയി എന്ന് പറയുന്ന സഹോദരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരന് മെന്റൽ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതിന് അങ്ങനെ പറയുവാൻ കാരണം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞത്. ഇന്നലെ രാത്രിയിലെ കൊച്ചിനെ കൈയൊടിഞ്ഞു, മെഡിക്കൽ കോളേജിലായിരുന്നു, രാത്രി 2 മണി വരെ അവിടെ ഓടി നടക്കുകയായിരുന്നു, ഇപ്പം തിരിച്ച് വീട്ടിൽ വന്നതേ ഉള്ളൂ എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇത് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഈ സഹോദരന് ഒരു അത്ഭുതം തോന്നി. കാരണം ഇത്രയും പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി ഈശോ ഇതെല്ലാം വഴി നടത്തും എന്നുള്ള ഒരു പ്രത്യാശയോടു കൂടിയാണ് ഈ ചെറുപ്പക്കാരൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറുപ്പക്കാരന് ഷുഗർ വരികയും എന്തൊക്കെയോ രോഗാവസ്ഥയിലൂടെയൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ കുറച്ച് നാൾ മുമ്പ് വിദേശത്തുനിന്ന് ആരോ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു. ഇത് ഒരു സഹോദരിയാണ്. ഈ സഹോദരി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സഹോദരിയോട് ഒരു പ്രത്യാശ കിട്ടുവാൻ വേണ്ടിയാണ് ഞാനിത് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ഭയങ്കര നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്, ഈശോ എന്നെ സ്നേഹിക്കുന്നില്ല, ഈശോയ്ക്ക് എന്നോട് ഇത്രയും ഇഷ്ടമില്ല എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ഒന്നിങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഈ സഹോദരി ചോദിച്ചു, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ അത് അനുഗ്രഹിച്ചില്ല, 3 പെൺകുഞ്ഞുങ്ങളെ തന്ന ഈശോ അനുഗ്രഹിച്ചില്ല, കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളെ തന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയല്ലേ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ പെൺകുഞ്ഞ് പറഞ്ഞു, എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തന്നിട്ട്
ഈ ഇല്ലാത്തവർക്ക് ഈ 2 പെൺകുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് 2 ആൺകുഞ്ഞുങ്ങളെ എനിക്ക് തരികയായിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാകുമായിരുന്നു. ഈശോയെ തന്നെ ഇങ്ങനെ ചിന്തിക്കാതെ ഈശോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നിങ്ങനെ ഈ സഹോദരി എന്നോട് ചോദിച്ചു. എനിക്കിതിന് പറയാൻ മറുപടിയില്ലായിരുന്നു. കാരണം ഈ സഹോദരിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കുടുംബജീവിതം നല്ലതുപോലെ മുൻപോട്ട് പോകുന്നു. അപ്പോൾ 3 പെൺകുഞ്ഞുങ്ങളെ തന്നു എന്ന് പറഞ്ഞ് ഈ സഹോദരി നിരാശപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യം പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്നവനോട് പാരസെറ്റാമോൾ തരാമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ സഹോദരി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ജോബിന്റെ ജീവിതത്തിലെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ജോബ് ഒരിക്കലും നിരാശയിലേക്ക് കടന്നുപോയില്ല. ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഡിപ്രഷനും ആങ്സൈറ്റീസും ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവരുന്നത് അത് നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല ജോലി തന്ന്, നല്ല ശമ്പളത്തോടുകൂടി ജോലിയൊക്കെ തന്ന്, സമ്പത്തൊക്കെ വർദ്ധിപ്പിച്ച്, നല്ല ജീവിത പങ്കാളിയെ തന്ന്, നല്ല ഭവനമൊക്കെ മേടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെ നിരാശയാണ്, അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളെ തന്നതിന് ഈശോ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ആദ്യം പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയ്ക്ക് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ജോബിന്റെ പുസ്തകം 40-ാം അധ്യായം 19-ാം വാക്യം, അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്, അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ നിരാശയിൽ നിന്നെല്ലാം മാറിപ്പോകും. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നിരാശയിലൂടെയും എനിക്ക് കടന്നു പോവുകയാണ്. ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വചനം ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും എന്നിങ്ങനെ പറഞ്ഞു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നിരാശയിലൂടെ കടന്നു പോകാതെ ഈശോയിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ തിന്മ കൊണ്ടുവന്നു തരുന്ന ഈ നിരാശയ്ക്ക് അതിജീവിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.